Hello friends, welcome to eureka. We will discuss ICSE class 10 arrays chapter next question. So, we will question write a program to input 10 numbers into integer array and input a position. Now delete the element at that position by shifting the rest of numbers to the left and insert 0 at the end. This is complicated. It's very simple. That is, we will 10 numbers ഒരു integer array create ചെയ്യുക. എന്നിട്ട് യൂസറുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു പൊസിഷൻ ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കണം. അതായത് അറേയുടെ പൊസിഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ദാ ഇത് കണ്ടില്ലേ, ഇതൊരു അറേ 10 നമ്പേഴ്സ് ഉള്ള ഒരു ഇൻറ്റിജർ അറേ ആണ്. അതായത് 10 എന്ന് പറയുമ്പോൾ 0 തൊട്ട് 9 വരെ കുറച്ച് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പൊസിഷൻ വാങ്ങിക്കണം. ഇപ്പം നമ്മൾ അറേയുടെ ഏതെങ്കിലും പൊസിഷൻ ഇൻപുട്ടായിട്ട് വാങ്ങിക്കുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പൊസിഷൻ 4 ആണ്. അപ്പോൾ ഏതാണ് ഇതാ 4th ഇൻഡെക്സിലെ ഇതാണ് പൊസിഷൻ 4. ഫസ്റ്റ് അറേ നോക്കുക, 4th ആണ് പൊസിഷനാണ് ഇൻപുട്ടായിട്ട് വാങ്ങിയിരിക്കുന്നത്. അവിടുത്തെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി എലമെൻറ്റിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് അവസാനം വരുന്ന വേക്കൻസി സ്പേസിൽ 0 ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ 4th പൊസിഷനിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4th പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ് ഏതാണ് 89 ഡിലീറ്റ് ആകുമ്പോൾ അവിടെ ഒരു സ്പേസ് വേക്കൻ്റ് ആയിട്ട് വരത്തില്ലേ. അപ്പോൾ ബാക്കി എത്ര എലമെൻറ്റിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് സ്പേസ് വേക്കൻ്റ് ആയിട്ട് വരും, അവിടെ 0 ഇൻസേർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പം ഞാനിവിടെ അറേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് കൊടുക്കാം. ലെഫ്റ്റിലോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ് ആദ്യം നമ്മൾ ചെയ്യുന്നോണം ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്യുക. അതായത് ഇൻറ്റ് അറേ ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 10 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എലമെൻറ്റ്സ് മേടിക്കുക. സിസ് ഔട്ട് എൻ്റർ ഇൻറ്റിജേഴ്സ് മേടിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്കാനർ SC ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കുക. എന്നിട്ട് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇതിനകത്ത് എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യണം. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0 I ലെസ് ദാൻ അറേ നെയിം ഡോട്ട് ലെങ്ത് I++. ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് അറേ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ 10 എന്ന് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും അറേയുടെ ലെങ്ത് എന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ, എന്നിട്ട് അറേയുടെ ഓരോ പൊസിഷനിലോട്ടും സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, ഇതിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ ഇൻഡെക്സ് ആദ്യം 0 ആവും. 0 ലെസ് ദാൻ അറേയുടെ ലെങ്ത്, അതായത് 0 ലെസ് ദാൻ 10 ആണ്. അപ്പോൾ 0th പൊസിഷനിലോട്ട് ആദ്യത്തെ എലമെൻറ്റ്, പിന്നെ ഐ ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ 1 ആവും. ഫസ്റ്റ് പൊസിഷനിലോട്ട് നെക്സ്റ്റ് എലമെൻറ്റ്. അങ്ങനെ അറേയുടെ ലെങ്ത് എന്ന് പറയുമ്പം 10 വരെ ആകുമ്പോഴത്തേക്ക് എലമെൻറ്റ്സ് ഇതിനകത്ത് ഇൻസെർട്ടഡ് ആയിട്ടുണ്ടായിരിക്കും 10 എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പറയുന്നില്ല. അപ്പോൾ എലമെൻറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു പൊസിഷനോട് ഇൻപുട്ട് വാങ്ങിക്കാനാണ്. അതായത് 0 തൊട്ട് 9 വരെയുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ ഇൻപുട്ടായിട്ട് വാങ്ങിക്കുക. എന്നിട്ട് ആ പൊസിഷനിലെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു സിസ് ഔട്ട് കൂടെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ടു ബി ഡിലീറ്റഡ്, ഏത് പൊസിഷനിലാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വാങ്ങിക്കുക. ഓക്കെ, എന്നിട്ട് അതൊരു ഇൻറ്റിജർ വേരിയബിളിനകത്ത് മേടിക്കുക. അപ്പോൾ പൊസിഷൻ അല്ലേ, ഞാൻ POS എന്ന് കൊടുത്തു. എന്നിട്ട് സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് നെക്സ്റ്റ് ഇൻറ്റ് പൊസിഷൻ വാങ്ങിച്ചു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മുടെ ബാലൻസ് അറേ ഇപ്പം നമ്മൾ 4 ആണ് ഇൻഡെക്സ് വാങ്ങിയെങ്കിൽ അവിടുത്തെ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ബാലൻസ് മുന്നിൽ കിടക്കുന്നതിനെ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് കിടക്കുന്ന എലമെൻറ്റ്സിനൊന്നും ഒരു വ്യത്യാസമില്ല. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എലമെൻറ്റുകളല്ല ഇങ്ങോട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഈ ഇൻഡെക്സ് തൊട്ടുള്ള ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ കോഡാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്, നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതണം. അതായത് അറേ ഐട്രേറ്റ് ചെയ്ത് നമ്മൾ എലമെൻറ്റിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയല്ലേ. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുക. എന്നിട്ട് കൊടുക്കുക 4 ഇൻറ്റ് I ഈക്വൽ ടു 0 എന്നല്ല എപ്പോഴും കൊടുക്കുക. ഇപ്പോൾ 0th ഇൻഡെക്സ് തൊട്ട് നമുക്ക് വേണ്ട. നമുക്ക് ഏതാണ് അത് ഡിലീറ്റ് ചെയ്ത പൊസിഷനിലോട്ടാണ്, അവിടെ തൊട്ടാണ് മാറ്റം വരേണ്ടത് അല്ലേ. അപ്പോൾ I ഈക്വൽ ടു POS എന്ന് കൊടുക്കുക. അതെന്താണ്, ഈ POSനകത്തുണ്ടല്ലോ, പൊസിഷനകത്തുണ്ടല്ലോ ഞാൻ ഏത് ഇൻഡെക്സ് ആണ് ഡിലീറ്റ് ചെയ്യാൻ മേടിച്ചതെന്ന്. അപ്പോൾ ആ പൊസിഷൻ തൊട്ട് I ലെസ് ദാൻ അറേയുടെ ലെങ്ത് വരെ. ഓക്കെ, പിന്നെ I++, ബാലൻസ് സെയിം തന്നെ. ഇത് എഴുതിയത് എല്ലാവർക്കും പിടിയിട്ട് കാണുമല്ലോ. നമ്മൾ ഏത് പൊസിഷനാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വാങ്ങി. എന്നിട്ട്
ഐട്രേറ്റ് അറേ ഐട്രേറ്റ് ചെയ്യേണ്ടത് ആ പൊസിഷൻ തൊട്ടാണ് അല്ലേ. അതിന് മുമ്പത്തെ തൊട്ട് ഫുള്ള് മാറ്റണം എന്നുണ്ടായിരുന്ന =0 എന്ന് നമ്മൾ കൊടുത്തേനെ. ഇപ്പോൾ പൊസിഷൻ തൊട്ടല്ലേ മാറേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അറേയുടെ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. i<array ഡോട്ട് ലെങ്ത് എന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്, ലെങ്ത് -1 എന്ന് കൊടുക്കണം. ഇതെന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ ഇപ്പോൾ ലെങ്ത് 10 ആണ്, i<10 എന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതുവാണെങ്കിൽ ഇപ്പോൾ ലെങ്ത് അല്ല കൊടുത്തെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ i<9 എന്നായിരുന്നു എന്നെ കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്താ ഇങ്ങനെ കൊടുത്തതെന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അറേയുടെ ആ പർട്ടിക്കുലർ ഇൻഡെക്സിനകത്തോട്ട്, അതായത് ഇപ്പം നിൽക്കുന്ന ഇൻഡെക്സ് ഏതാണോ അവിടോട്ട് നെക്സ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റിനെ എടുത്ത് ഇടുക. ശരിയല്ലേ? അതായത് ആ പർട്ടിക്കുലർ ഐയുടെ വാല്യൂ ആ പർട്ടിക്കുലർ ഇൻഡെക്സിലല്ലേ, അവിടോട്ട് നെക്സ്റ്റ് ഇൻഡെക്സിലെ എലമെന്റിനെ എടുത്ത് പാസ് ചെയ്യുക. ഇതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ i-1 കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ സാധാരണ അറേ ഡോട്ട് ലെങ്ത് എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇപ്പം എന്താ പറ്റുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇത് ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഓരോ പൊസിഷനിലെ എലമെന്റിനെ ഇങ്ങോട്ടാക്കും. ഇനി എന്താണ്, അവിടെ കൊണ്ട് തീർന്നില്ല, ലാസ്റ്റ് ഇൻഡെക്സ് വേക്കൻ്റ് ആയിട്ട് കിടക്കും അല്ലേ. അതായത് അറേ ഓഫ് 9th ഇൻഡെക്സിൻ്റെ അവിടെ നമുക്കൊരു 0 ഇടണം. അത് ഈ ലൂപ്പിനകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറേ ഓഫ് 9 അല്ലേ ലാസ്റ്റ് ഇൻഡെക്സ്, അവിടോട്ട് 0 ഇട്ട് കൊടുക്കാം. ഇവിടെ കിട്ടിയല്ലോ. അപ്പം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ sysout മോഡിഫൈഡ് അറേ എന്ന് കൊടുക്കാം. ഞാൻ കോഡ്സ് കൊടുത്തില്ല, സോറി. എന്നിട്ട് എങ്ങനെയാണ് ഫോർ ലൂപ്പ് വെച്ച് ഐട്രേറ്റ് ചെയ്യുക. 4 ഇവിടെ i തൊട്ട് 0 തൊട്ടുള്ള ഫുൾ അറേ നമ്മൾ പ്രിന്റ് ചെയ്യണ്ടേ. i=0, i<array ഡോട്ട് ലെങ്ത് i++ എന്ന് കൊടുക്കാം. എന്നിട്ട് sysout അറേ ഓഫ് i എന്ന് പറയാം. ഇപ്പം എനിക്ക് അറേ ഞാൻ ഒറ്റ ലൈനിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് system.out.print വരെ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും ഒരു സ്പേസ് ഇട്ട് എനിക്ക് അടുത്ത എലമെന്റ് വന്നാൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ എൻ്റർ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10 കൊടുത്തു. എൻ്റർ പൊസിഷൻ ടു ബി ഡിലീറ്റഡ്. ഏത് പൊസിഷനിലെ എലമെന്റിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ 5 കൊടുത്തു, 5th ഇൻഡെക്സിലാണ്. ഇത് കണ്ടോ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. അതായത് നമ്മുടെ അറേ ഇൻഡെക്സിലും കടന്നു പോവുകയാണെങ്കിലാണ് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നത്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ ലെങ്ത് -1 എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് വന്നു കഴിയുമ്പോൾ ആ ലെങ്ത് വരെ വന്നു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഇൻഡെക്സിലെ എലമെന്റിനെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ് എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ നെക്സ്റ്റ് ഇൻഡെക്സ് എടുക്കാനില്ല, അറേയുടെ ലെങ്ത്തും കടന്നു പോകും. ശരിയല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ -1 എന്ന് കൊടുത്തത്. പിടികിട്ടിയല്ലോ. അപ്പം നിങ്ങൾ ഇവിടെ i<10 എന്നാണ് കൊടുത്തെങ്കിൽ നിങ്ങൾ 9 കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഇൻഡെക്സ് കുറവ്, അവിടെ വരെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ, നെക്സ്റ്റ് എലമെന്റ് എടുക്കാനില്ല, ആകെ 10 ഉള്ളൂ അറേയുടെ സൈസ്. ഓക്കെ, അപ്പം നമുക്കിനി അത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പം ഇത് എക്സെപ്ഷൻ മാറിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എൻ്റർ ഇൻഡിജേഴ്സ് 1 2 12 23 എൻ്റർ പൊസിഷൻ ടു ബി ഡിലീറ്റഡ്. അപ്പം ഞാൻ നേരത്തെ കൊടുത്ത പൊസിഷൻ തന്നെ കൊടുക്കാം 5. അപ്പോൾ മോഡിഫൈഡ് ഇൻഡെക്സ് വന്നാണ്ടോ. ഇതിപ്പോൾ 5th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് 0 1 2 3 4 5. 5th ഇൻഡെക്സ് കിടക്കുന്ന 77 ഡിലീറ്റ് ആയത് നോക്കുക. 66 കഴിഞ്ഞപ്പോൾ 77 ഡിലീറ്റ് ആയി. എന്നിട്ട് ബാക്കി എലമെന്റ്സ് ലെഫ്റ്റിലോട്ട് വന്നു. എന്നിട്ട് ലാസ്റ്റ് ഇൻഡെക്സിൽ 0 വന്നു. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ കണ്ടീഷൻ മാത്രം ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മതി. എലമെന്റിനെ വാങ്ങിയിട്ട് നമ്മൾ പൊസിഷനെയും വാങ്ങിക്കുക. എന്നിട്ട് i= ആ പൊസിഷൻ തൊട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റിനെ ആ പർട്ടിക്കുലർ ഇൻഡെക്സിലോട്ട് ഇടുക. എന്നിട്ട് ഈ ലൂപ്പിന്റെ വെളിയിൽ വന്നിട്ട് വേണം ലാസ്റ്റ് ഇൻഡെക്സിന്റെ അവിടെ 0 ആക്കി കൊടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.